الله والصلاة والسلام على من لا نبي بعده. ترغيب وترهيب كتاب الصلاة إلى التفصيل. الترغيب في بناء المسجد في الأمكنة المحتاجة إليها. മസ്ജിദ് ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ മസ്ജിദ് നിർമ്മിക്കുന്നത്. الترغيب في بناء المساجد في الأمكنة المحتاجة إليها. إذا حديث عن عثمان بن عفان رضي الله عنه أنه قال عند قول الناس فيه حين بنى مسجد رسول الله صلى الله عليه وسلم. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഈ ഹദീസ് ഉദ്ധരിക്കാനൊരു സന്ദർഭമുണ്ട്. അതെപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിന്റെ കാലത്ത് ഉസ്മാൻ റളിയല്ലാഹു മസ്ജിദ് നബവി വിപുലീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ച് വലുതാക്കി അത് വിപുലീകരിച്ചു. ആ സമയത്ത് ആളുകൾക്കിടയിൽ അത് ശരിയായില്ല, അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന അഭിപ്രായം ഉണ്ടായിരുന്നു. ധാരാളം ഫിത്നകൾ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിന്റെ കാലത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു മസ്ജിദ് വിപുലീകരിച്ചതിന് ചില ആളുകൾ ധാരാളമായിട്ട് അത് ശരിയായിട്ടില്ല എന്നുള്ള സംസാരം ഉണ്ടായി. അങ്ങനെ ഒരു സംസാരം അധികരിച്ചപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നക്കും അക്സർതും, നിങ്ങൾ സംസാരം അധികരിച്ചിട്ടുണ്ട്, നിങ്ങൾ കുറേയായി ഈ കാര്യം പറയുന്നു. വഇന്നി സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കേട്ടിട്ടുണ്ട്. മൻ ബനാ മസ്ജിദൻ യബ്തഗി ബിഹി വജ്ഹല്ലാഹ് ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ആരാണോ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഒരു മസ്ജിദ് നിർമ്മിക്കുന്നത്, അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഒരു ഭവനം നിർമ്മിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു. മറ്റൊരു റിവായത്തിൽ ബനല്ലാഹു ലഹു മിസ്ലഹു ഫിൽ ജന്ന, അതുപോലെ ഒന്ന് സ്വർഗത്തിലും അള്ളാഹു തആല അവന് വേണ്ടി നിർമ്മിക്കുമെന്ന്. അപ്പോൾ അള്ളാഹുവിനെ ആരാധിക്കാനുള്ള, ഇബാദത്ത് ചെയ്യാനുള്ള സ്ഥലമാണ് മസ്ജിദുകൾ. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടമുള്ള അള്ളാഹുവിന്റെ ബൈത്ത്, അള്ളാഹുവിന്റെ പ്രകാശമുള്ള ഭവനങ്ങൾ, അത് ആവശ്യമായ സ്ഥലങ്ങളിൽ. അപ്പോൾ ഒരു നാട്ടിൽ ആളുകൾക്ക് നിസ്കരിക്കാൻ മസ്ജിദ് ഇല്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള സൗകര്യമില്ല, അങ്ങനെയുള്ള ആ സ്ഥലങ്ങളിലെല്ലാം മസ്ജിദ് നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനുള്ള പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചിട്ടുള്ളത്, സ്വർഗത്തിൽ അവൻ അതേപോലൊരു ഭവനം അള്ളാഹു തആല അവന് വേണ്ടി ഒരുക്കുമെന്നാണ്. സ്വർഗത്തിൽ ഒരു ഭവനം ലഭിക്കുക എന്ന് പറഞ്ഞാൽ മഹത്തരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ മസ്ജിദ് നിർമ്മിക്കൽ വളരെ ശ്രേഷ്ഠതയുള്ളതാണ്. ഇനി ഒരാൾക്ക് മുഴുവനായിട്ട് നിർമ്മിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ആ ഒരു മസ്ജിദ് നിർമ്മിക്കുന്നതിലേക്ക് എത്രയാണോ നമുക്ക് സാധിക്കുന്നത് അതെല്ലാം അതിനുവേണ്ടി ചെലവഴിക്കാവുന്നതാണ്. وعن أبي ذر رضي الله عنه قال قال رسول الله صلى الله عليه وسلم من بنى لله مسجدا قدر مفحصة قطاط بنى الله له بيتا في الجنة. ആരാണോ ഒരു കുരുവിയുടെ, ചെറിയ ഒരു പക്ഷിയുടെ കൂടിനോളമാണെങ്കിലും അത്ര വലുപ്പത്തിലാണെങ്കിലും ഒരു മസ്ജിദ് നിർമ്മിക്കുന്നത്, അവന് അല്ലാഹു തആല സ്വർഗത്തിൽ ഒരു മസ്ജിദ് ഭവനം ബൈത്ത് നിർമ്മിക്കുന്നതാണ്. അപ്പോ മസ്ജിദ് വലിപ്പം കൂടിയോ ചെറുതായോ എന്നുള്ളതല്ല, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള ഒരു മസ്ജിദ് നിർമ്മിച്ചോ എന്നുള്ളതാണ് വിഷയം. അപ്പൊ അതെത്ര ചെറുതാണെങ്കിലും അള്ളാഹു തആല അവന് സ്വർഗത്തിൽ അതുപോലെ ഒരു ഭവനം, അല്ലെങ്കിൽ സ്വർഗത്തിൽ അവനൊരു ഭവനം നിർമ്മിക്കുന്നതാണ്. وعن عمر بن الخطاب رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول من بنى لله مسجدا يذكر فيه بنى الله له بيتا في الجنة. അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടി ഒരു മസ്ജിദ് ആരാണ് നിർമ്മിക്കുന്നത്, അവന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഒരു ഭവനം പണിയുന്നതാണ്. وعن جابر بن عبد الله رضي الله عنه أن رسول الله صلى الله عليه وسلم قال من حفر ماء لم يشرب منه كبد حر من جن ولا إنس ولا طائر إلا آجره الله يوم القيامة. ആരെങ്കിലും ഒരു വെള്ളം ലഭിക്കാനുള്ള,
വെള്ളം കിണറോ അല്ലെങ്കിൽ ആ രീതിയിൽ വെള്ളം എടുക്കാൻ ഉപകരിക്കുന്ന രീതിയിൽ ഒന്ന് കുഴിക്കുകയോ അത് ഉണ്ടാക്കുകയോ ചെയ്യാണ്, അതിനു വേണ്ടി ചെലവാക്കുകയാണ്. അതിൽ നിന്ന് പച്ചക്കരളുള്ള ജീവനുള്ള ഏതൊരാൾ കുടിച്ചാലും, അത് ജിന്നാവട്ടെ മനുഷ്യനാവട്ടെ പക്ഷിയാവട്ടെ, എന്ത് കാര്യം അതിൽ നിന്ന് വെള്ളം കുടിച്ചാലും അള്ളാഹു തആല പരലോകത്ത് അവന് വേണ്ടി പ്രതിഫലം നൽകുന്നതാണ്, ആ ചെയ്തതിന് പ്രതിഫലം നൽകുന്നതാണ്. ഒരു കിണർ ആളുകൾക്ക് സദഖയിൽ വെച്ച് അഫ്ളലായിട്ടുള്ള സദഖയാണ് വെള്ളം സദഖ ചെയ്യുക എന്നുള്ളത്. അപ്പോ മറ്റുള്ള ജീവികൾക്ക് വെള്ളം കുടിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്താൽ ആ കുടിക്കുന്നതിനൊക്കെ അള്ളാഹു തആല പരലോകത്ത് അവൻ പ്രതിഫലം നൽകും. വമൻ ബനാ മസ്ജിദൻ കമഫ്ഹസി ഖതാത്തിൻ ഔ അസ്ഗർ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ഒരു കുരുവിയുടെ കൂടോളം വലുപ്പത്തിൽ ഒരാൾ മസ്ജിദ് നിർമ്മിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ അതിനേക്കാൾ ചെറുതാണെങ്കിലും അള്ളാഹു തആല അവന് സ്വർഗത്തിൽ ഒരു ഭവനം പണിയുന്നതാണ്. അപ്പോൾ ഇതേ ആശയത്തിൽ കമഫ്ഹസി ഖതാത്തിൻ ലിബൈദിഹ, പിന്നെ ഒരു കുരുവിക്കൂട് അതിന് മുട്ടയിടാൻ വേണ്ടി അല്ലെങ്കിൽ അത്ര ചെറിയ ഒരു വലുപ്പത്തിലാണെങ്കിലും ഈ പ്രതിഫലം ലഭിക്കും. وعن عبد الله بن عمرو رضي الله عنهما قال قال رسول الله صلى الله عليه وسلم من بنى لله مسجدا بنى الله له بيتا في الجنة أوسع منه. ഒരാൾ ഒരു മസ്ജിദ് നിർമ്മിക്കുകയാണെങ്കിൽ അതിനേക്കാൾ വിശാലമായ ഒരു ഭവനം അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ അവന് ഒരുക്കുന്നതാണ്. وروي عن عائشة رضي الله عنها عن النبي صلى الله عليه وسلم قال من بنى مسجدا لا يريد به رياء ولا سمعة بنى الله له بيتا في الجنة. ഈ ഹദീസിൽ കുറച്ചുകൂടി കൂടുതൽ വാക്ക് വന്നിട്ടുണ്ട്. അതായത് ഒരാൾ മസ്ജിദ് നിർമ്മിക്കുകയാണ്, എന്തിനാകരുത്? റിയാഇനോ സുംഅത്തിനോ ആകരുത്. റിയാ എന്ന് പറഞ്ഞാൽ ആളുകൾ കാണാൻ, ഞാനിങ്ങനെ ഒരു മസ്ജിദ് നിർമ്മിക്കുന്നവനാണ് എന്ന ആളുകൾ കാണാൻ. സുംഅത്ത് എന്ന് പറഞ്ഞാൽ ആളുകളുടെ ഇടയിൽ അയാളെ പറ്റി പറയണമെന്ന് ആഗ്രഹിക്കൽ, അവനിങ്ങനെ മസ്ജിദ് നിർമ്മിച്ച ആളാണ് എന്നൊക്കെ അവനെ ആളുകൾ കണ്ടിട്ടില്ലെങ്കിലും ആളുകൾ പറയണമെന്ന് ആഗ്രഹിക്കൽ. ഇത് വളരെയധികം സംഭവിക്കുന്ന ഒരു കാര്യമാണ്, ഏതൊരു ഇബാദത്തിനും സംഭവിക്കും. പക്ഷെ മസ്ജിദ് ഒക്കെ നിർമ്മിക്കുമ്പോൾ കൂടുതൽ ഇഖ്ലാസിന് ചോർച്ച വരുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഇതൊന്നുമില്ലാതെ ഇഖ്ലാസോട് കൂടിയാണ് ഒരാൾ മസ്ജിദ് നിർമ്മിക്കുന്നതെങ്കിൽ അള്ളാഹു അവന് സ്വർഗത്തിൽ ഭവനം നിർമ്മിക്കും. ഈ ഫസ്ലിലെ അവസാനത്തെ ഹദീസ് വഅൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി വഹസനാതിഹി ബഅദ മൗതിഹി. ഒരു മുഅ്മിനിന് അവന്റെ മരണശേഷം ലഭിക്കുന്ന, അവന്റെ കർമ്മമായി നന്മയായിട്ട് ലഭിക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് ഇൽമൻ അല്ലമഹു വനശറഹു, അവൻ പഠിപ്പിച്ചിട്ടുള്ള, അവൻ പ്രചരിപ്പിച്ചിട്ടുള്ള അറിവ്. ഔ വലദൻ സ്വാലിഹൻ തറകഹു, അല്ലെങ്കിൽ അവൻ വിട്ടേച്ചു പോയിട്ടുള്ള സ്വാലിഹായിട്ടുള്ള സന്താനം, സ്വാലിഹായ സന്താനത്തിന്റെ ദുആ എല്ലാം. ഔ മുസ്ഹഫൻ വറസഹു, അല്ലെങ്കിൽ അവൻ അനന്തരമായി വെച്ചിട്ടുള്ള മുസ്ഹഫ്, പാരായണം ചെയ്യാൻ വേണ്ടി മുസ്ഹഫ് മസ്ജിദിലോ മറ്റോ വെച്ചിട്ടുള്ളത്. ഔ മസ്ജിദൻ ബനാഹു, അല്ലെങ്കിൽ അവൻ നിർമ്മിച്ച മസ്ജിദ്, അതിൽ ആളുകൾ വന്ന് നിസ്കരിക്കുന്നിടത്തോളം. ഔ ബൈതൻ ലിബ്നി സബീലി ബനാഹു, അല്ലെങ്കിൽ വഴിയാത്രക്കാർക്ക് താമസിക്കാൻ തങ്ങാനുള്ള സൗകര്യം ഒരുക്കിയത്. ഔ നഹറൻ അജ്റാഹു, അല്ലെങ്കിൽ ഒഴുകുന്ന അരുവി അഥവാ വെള്ളത്തിന്റെ എന്തെങ്കിലും ഒരു സംവിധാനം. ഔ സദഖതൻ അഖ്റജഹ മിൻ മാലിഹി, അവന്റെ സമ്പത്തിൽ നിന്ന് അവൻ ചെലവഴിച്ച സദഖ. ഫീ സിഹ്ഹതിഹി വഹയാതിഹി, അവൻ ആരോഗ്യമുള്ളപ്പോൾ, അവന് ജീവനുള്ളപ്പോൾ. തൽഹഖുഹു മിൻ ബഅദി മൗതിഹി, ഇതെല്ലാം മരണത്തിന് ശേഷവും അവന് നന്മയായി ലഭിക്കുന്ന കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ മരണത്തിന് ശേഷം എന്ത് തന്നു? നമുക്ക് നമ്മുടേതായ ഒരു അമല്, പിന്നെ നിസ്കരിക്കാൻ പറ്റില്ല, നോമ്പ് നോൽക്കാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. എന്നാൽ നിലനിൽക്കുന്ന ചില കാര്യങ്ങൾ, അതിന്റെ പ്രതിഫലം നാളെ മരണത്തിന് ശേഷം ലഭിക്കും. അതിൽ പെട്ട ഒരു കാര്യമാണ് മസ്ജിദ് നിർമ്മിക്കുക എന്നുള്ളത്, ബാക്കി പറഞ്ഞ ഈ കാര്യങ്ങളും. അപ്പോൾ മസ്ജിദ് നിർമ്മിക്കുന്നത് വളരെ ഫضലുള്ള ഒരു കാര്യമാണ്. തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.